വിശുദ്ധർ എന്നുള്ള പദത്തിന് പൗലോസ് അപ്പോസ്തലന്റെ ഒറിജിനൽ കൈയെഴുത്ത് പ്രതിയിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഹാഗിയോസ് എന്നാണ്. ഹാഗിയോസ്, HAGIOS. ഹഗിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വിശുദ്ധർ എന്നുള്ള മലയാള പദവും സെയിന്റ് എന്നുള്ള ഇംഗ്ലീഷ് പദവും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്നത്, വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധരും നീതിമാന്മാരും എന്നല്ല അർത്ഥം. രണ്ടർത്ഥമാണുള്ളത്. ഒന്ന്, ജീവിതവും സമയവും കഴിവുമെല്ലാം ദൈവത്തിനായി വേർതിരിച്ചവർ, അവരാണ് വിശുദ്ധർ. Those who set apart their life for God's work. ദൈവത്തിൻ്റെ വേലയ്ക്കായി, ദൈവീക പ്രവർത്തനങ്ങൾക്കായി ജീവിതത്തെ വേർതിരിച്ചവരാണ് വിശുദ്ധർ. അതാണ് ഈ ഹഗിയോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ഒരർത്ഥം. എന്നൂടെ പറയാം, ജീവിതം ദൈവത്തിനായി വേർതിരിച്ചവർ, അവരാണ് വിശുദ്ധർ. അതുകൊണ്ട് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമുക്ക് ആർക്കും ഒരു കുറ്റബോധവും വേണ്ട. ഞങ്ങളെല്ലാം നീതിമാന്മാരല്ലല്ലോ, നമ്മളെല്ലാം നീതിമാന്മാരല്ല. ആ ചിന്ത തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാം കുറവുള്ളവരാണ്. എന്നാൽ നമുക്ക് ഈ കുറവും ബലഹീനത ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതവും സമയവും കഴിവും താലന്തും പണവും ഒക്കെ ദൈവത്തിനായും ദൈവരാജ്യത്തിനായും നമ്മൾ വേർതിരിക്കുമ്പോഴാണ് നമ്മൾ പൗലോസിന്റെ ഭാഷയിൽ ആരായിട്ട് മാറുന്നത്? വിശുദ്ധരായിട്ട് മാറുന്നത്. ഉദാഹരണം പറയാം. ഞായറാഴ്ച പ്രാർത്ഥിച്ചാൽ, കുംഭമണുകാർ പ്രാർത്ഥിച്ചാലും, എൻ്റെ വീട് ആറന്മുള കേട്ടോ. ഞാൻ നേരത്തെ ചെയ്യുന്ന സെക്കൻഡറി ഇടവകയിലെ CS ശമുവിലൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ചെറിയ കേൾക്കുക. അപ്പോൾ എൻ്റെ വീട് ആറന്മുളയാണ്. ഞായറാഴ്ച ആറന്മുളക്കാർ പ്രാർത്ഥിച്ചാലും കുംഭമണുകാർ പ്രാർത്ഥിച്ചാലും പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ദൈവമേ, ഈ പരിശുദ്ധ ദിവസം ഞങ്ങളെ കൂട്ടിയൊരുത്തതിനായി സ്തോത്രം. തിങ്കളാഴ്ച പ്രാർത്ഥിച്ചാൽ ഒരു കുംഭമണുകാരും പറയത്തില്ല, കർത്താവേ, ഈ തിങ്കളാഴ്ച ഈ പരിശുദ്ധ ദിവസം ഞങ്ങളെ കൂട്ടിയൊരുത്തതിനായി സ്തോത്രം. ദൈവം എല്ലാ ദിവസവും നോക്കിയിട്ട് പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞു. ഞായറും നല്ലതാണ്, തിങ്കളും നല്ലതാണ്, ചൊവ്വായും നല്ലതാണ്. പക്ഷെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഞായറാഴ്ച പറയും, ഈ വിശുദ്ധ ദിവസം ഞങ്ങളെ കൂട്ടിയെഴുത്തതിനായി സ്തുതിക്കുന്നു. തിങ്കളാഴ്ച പ്രാർത്ഥിച്ചാൽ നമ്മൾ വിശുദ്ധ ദിവസമൊന്നും ഉപയോഗിക്കാറില്ല. ഞായർ വിശുദ്ധമായതുപോലെ തിങ്കളും വിശുദ്ധമല്ലേ? ആണോ അല്ലയോ? ആണോ. എന്താ പിന്നെ ഞായറാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ദിവസം എന്ന് പറയാൻ കാരണം? സിമ്പിളാണ്. ദൈവിക ആരാധനയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന ദിവസം. അപ്പൊ പരിശുദ്ധം എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടതെന്നാണ്. വേർതിരിക്കപ്പെട്ടത്. എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിനായി വേർതിരിച്ചാൽ എൻ്റെ ജീവിതം വിശുദ്ധമാണ്. അതാണ് പൗലോസിന്റെ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സൺഡേ ഹോളി ഡേ, അവധി ദിവസം എന്നുള്ള ഹോളി ഡേ അല്ല, HOLI രണ്ടുമുണ്ട്. അപ്പോൾ ഈ ഹോളി ഡേ, വിശുദ്ധ ദിവസം എന്ന് ഞായറാഴ്ച പറയാൻ കാരണം ആരാധനയ്ക്കായി, ദൈവീക കാര്യങ്ങൾക്കായി ഒരാഴ്ചയിൽ നമ്മൾ വേർതിരിച്ചിരിക്കുന്ന ദിവസം. അടുത്തത്, മദ്ബഹായിൽ കയറി കുട്ടികൾ ചാടുകയോ ബഹളം വെക്കുകയോ ചെയ്താൽ പ്രായമുള്ളവർ പറയും, മദ്ബഹ വിശുദ്ധ സ്ഥലമാണ്, നിങ്ങൾ മദ്ബഹായിൽ കയറി കുട്ടികൾ ബഹളമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയും. അങ്ങനെ പറയാൻ കാരണം എന്ത്? മദ്ബഹ ഉണ്ടാക്കിയ ഈ സ്ഥലവും ജനങ്ങളിരിക്കുന്ന സ്ഥലവും എല്ലാം ഒരുപോലെ വിശുദ്ധമെന്നേ ഉള്ളൂ. മദ്ബഹയ്ക്ക് മാത്രം ഒരു പരിശുദ്ധി കൂടുതലുണ്ടോ? അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയാം. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന പട്ടക്കാരനും അതിനെ സഹായിക്കുന്ന ശുശ്രൂഷകർക്കുമായി വേർതിരിച്ചിരിക്കുന്ന സ്ഥലം. ആ അർത്ഥത്തിലാണ് നമ്മൾ മദ്ബഹ ഹോളി പ്ലേസ് എന്ന് പറയുന്നത്. ദൈവസാന്നിധ്യം മദ്ബഹായിലുമുണ്ട്, ജനങ്ങളിരിക്കുന്ന സ്ഥലത്തുമുണ്ട്, ഐക്യലായാലുമുണ്ട്, പള്ളിയുടെ മുറ്റത്തുമുണ്ട്, എല്ലായിടത്തും ദൈവസാന്നിധ്യമുണ്ട്. എന്നാൽ നമ്മൾ കുറെ കൂടെ പ്രാധാന്യം മദ്ബഹായ്ക്ക് കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം ദാറ്റ് ഈസ് സെറ്റ് അപ്പാർട്ട് ഏരിയ. അത് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് അതിനെ നമ്മൾ ഹോളി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും ഞാൻ പറയാൻ കാരണം, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്കും കൊലോസിയർക്കും ഫിലിപ്പർക്കും എല്ലാം എഴുതുമ്പോൾ ആ സഭക്കാരെ വിശുദ്ധരെ എന്ന് അഭിസംബോധന ചെയ്യാൻ കാരണം
അവരെല്ലാം ഒരു കുറവുമില്ലാത്ത ആളുകൾ എന്ന നിലയിലല്ല, മറിച്ച് ജീവിതത്തെ ദൈവരാജ്യത്തിനായും ദൈവിക ശുശ്രൂഷയ്ക്കായും വേർതിരിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന അർത്ഥത്തിലാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്നാം അർത്ഥമാണ്. രണ്ടാം അർത്ഥം വരുന്നു. രണ്ടാം അർത്ഥം പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, തുമ്പമുണ്ട് സെഹിയോൻകാർ നിങ്ങൾ വിശുദ്ധരാണ്. നിങ്ങൾ പറയാച്ചാൽ ഞങ്ങളാരും വിശുദ്ധരല്ല, എല്ലാം കുഴപ്പമുണ്ട്, അവിടെ കുഴപ്പമുണ്ട്, ഇവിടെ കുഴപ്പമുണ്ട്, ഞങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് അല്ല എന്നൊക്കെ നിങ്ങൾ തോന്നിയേക്കാം. അതിനൊരു കുഴപ്പമില്ല. എന്നാൽ പുനമടവച്ചൻ ഇപ്പോൾ 1 മാസം ആയില്ല അങ്ങോട്ട് വന്നിട്ട്. അച്ഛൻ നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം ഇവിടെ പറഞ്ഞു, എല്ലാം നല്ലത് മാത്രമേ അച്ഛൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാം ദൈവീക ശുശ്രൂഷയ്ക്കാണ് ജീവിതവും സമയവും കഴിവും. ഇപ്പം തന്നെ ഇവിടെ വന്നാൽ നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പണം, ഇതെല്ലാം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചു. ഒരു കൈസാന സമിതി അംഗമായിരിക്കുക, ഒരു ഇടവ ചുമതലക്കാരനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര കൊച്ചു കാര്യമാണ്. പ്രത്യേകിച്ച് പണം നഷ്ടപ്പെടും, സമയം നഷ്ടപ്പെടും, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ജനങ്ങളുടെ പരാതി കേട്ടെന്നിരിക്കും, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിരിക്കാം. അങ്ങനെ ചിലപ്പോൾ എന്തിനയച്ചേ കൊല്ലാപ്പിനൊക്കെ പോകേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറി നിൽക്കാം. എന്നാൽ നിങ്ങളുടെ സമയം, കഴിവ്, താലന്ത്, പണം ഇതെല്ലാം ദൈവരാജ്യത്തിനായി, ഇടവയ്ക്കായി, സഭയ്ക്കായി നിങ്ങൾ വേർതിരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഗണമാണ്. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യക്കാരെയും ഫിലിപ്പിയക്കാരെയും വിളിച്ചതുപോലെ ഞാൻ തുമ്പമൺ സെഹിയോൻ കൈസാന സമിതി അംഗങ്ങളെയും ഇടവ ചുമതലക്കാരെയും വിളിക്കാൻ ആഗ്രഹിക്കുന്നത് തുമ്പമൺ സെഹിയോനിലുള്ള വിശുദ്ധരെ എന്നാണ്. അടുത്തത് രണ്ടാമത്തെ അർത്ഥം ഹഗിയോസ് അല്ലെങ്കിൽ വിശുദ്ധർ എന്ന പദത്തിന്റെ രണ്ടാം അർത്ഥം വ്യത്യസ്തരായി ജീവിക്കുന്നവർ എന്നാണ്. വ്യത്യസ്തരായി, ദോസ് ഹു ലീവ് ഡിഫറൻറ്റ്ലി, വ്യത്യസ്തരായി ജീവിക്കുന്നവർ. എല്ലാവരും ജീവിക്കുന്ന പോലെയല്ല, മറിച്ച് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കുന്നവരാണ് വിശുദ്ധർ. വ്യത്യസ്തരായി ജീവിക്കുന്നവർ. നാടോടുമ്പോൾ നടുവേ ഓടുന്നവരല്ല വിശുദ്ധർ. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെടും. ഒരു ഷോ ഓഫ് ഒന്നുമില്ല. നിങ്ങളുടെ ഡ്രസ്സിങ് ആണെങ്കിലും നിങ്ങളുടെ ശരീരഭാഷയാണെങ്കിലും വളരെ സിമ്പിൾ ആളുകളാണ്. ചിലരൊക്കെ ഒരു മീറ്റിങ്ങിന് പോയ വലിയ ആഭരണങ്ങളൊക്കെ കാണിക്കാൻ ഇട്ടുകൊണ്ട് വലിയ ഷോ ഓഫ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങളെ ഞാൻ കണ്ടപ്പോൾ വളരെ ലളിതമായി വസ്ത്രം ധരിച്ചിരിക്കുന്നു, ആഭരണങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ എല്ലാം വളരെ ഹംബിൾ, സിമ്പിൾ, മറ്റുള്ളവരിൽ വ്യത്യസ്തരായിരിക്കും. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾ തുമ്പമൺ സെഹിയോൻ മാർത്തോമാക്കാരാണോ എന്ന് ചോദിക്കും. നമ്മുടെ നോട്ടം, നമ്മുടെ ഭാവം, നമ്മുടെ വാക്ക്, നമ്മുടെ ശരീരഭാഷ, നാം ഉപയോഗിക്കുന്ന നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ ഭാഷ, നമ്മുടെ ക്രയവിക്രയങ്ങളിലെ ഇടപാടുകളിലെ നമ്മുടെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വ്യത്യസ്തതയുള്ളവരായിരുന്നെങ്കിൽ ആയിരിക്കണം. ആ അർത്ഥത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ഉപയോഗിക്കുന്നത്. വ്യത്യസ്തരായിരിക്കും. ഈ ഫിലിപ്പിയെ തന്നെ നടന്ന കാര്യം ഞാൻ പറയും, ദിവസത്തിലെ ഒരു കാര്യം കേട്ടോ. നിങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചിരിക്കുന്നവർ, ആരും ഇങ്ങനെ അലംഭാവത്തോടെ ഇരിക്കുന്നത്, എല്ലാം നല്ല ശ്രദ്ധയോടെ. ഫിലിപ്പിയിലെ പൗലോസും ശീലാസും സുവിശേഷം അറിയിച്ചു. കേൾക്കാമല്ലോ പറയും. അപ്പോൾ പൗലോസിനെ ശീലാസിനെ പിടിച്ച് ജയിലിൽ, ശരിയാണോ? കാലാമത്തിലിട്ട് പൂട്ടി, കയ്യിൽ ചങ്ങലയെല്ലാം ബന്ധിച്ചു. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ ഈ പൗലോസിനെ ശീലാസിനെ നോക്കാൻ ഒരു കാരാഗ്രഹ പ്രമാണിയും ചുമതലപ്പെടുത്തി. ഒരു ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ ഒരു സ്റ്റാഫിനെ വെച്ചു, ഇവരെ ഓടിപ്പോയി ഇവരെ നോക്കാൻ. ആര്? പൗലോസിനെയും ശീലാസിനെയും നോക്കാൻ. ശരിയാണോ ഞാനീ പറയുന്നത്? അപ്പോൾ രാത്രി വലിയ എന്തോ ഉണ്ടായി. രാത്രി ഭൂകമ്പം ഉണ്ടായി. കഥകളെല്ലാം തുറന്നു, ചങ്ങലയെല്ലാം അഴിഞ്ഞു, ജയിലിൻ്റെ വാതിലെല്ലാം തുറന്നു, ഭയങ്കര ഇരുട്ടുമായി, ഇല്ലേ? അപ്പോൾ അങ്ങനെയാണ് സാധാരണ കുറ്റവാളികൾ ജയിലിൽ കിടക്കുന്നവർ ഈ ഒരു സുവർണ അവസരം ഇങ്ങനെ കിട്ടിയാൽ എന്തോ ചെയ്യും? ഇങ്ങനെ സുവർണാവസരം കിട്ടാതെ തന്നെ ഭിത്തി തുറന്ന്
പോകുന്ന കുറ്റവാളികൾ ധാരാളമുണ്ട്. നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, നല്ല സുവർണ അവസരം ഓടിപ്പോകാൻ ഇല്ലേ. അപ്പൊ ഈ കാരാഗൃഹ പ്രമാണി ആകെ വിഷമിച്ച് പറച്ചോടി. അദ്ദേഹം വിചാരിച്ചു 100% ഇവർ തീർച്ചയായും ഓടിപ്പോയിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ടാൽ എൻ്റെ ബോസ് വരുമ്പോൾ എൻ്റെ പണി പോവും, ചിലപ്പോൾ എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവും. അപ്പോൾ അദ്ദേഹം സ്വയം മരിക്കാൻ ശ്രമിക്കുകയാണ്. ആരാ? കാരാഗൃഹ പ്രമാണി. ശരിയാണോ ഞാനും പറയുന്നത്? സ്കൂൾ അധ്യാപകനൊക്കെ ഉണ്ടോ ഇതിനകത്ത്? അപ്പോൾ അയാൾ സ്വയം കൊല്ലാൻ ശ്രമിക്കണം. അപ്പം പൗലോസ് എന്ന് പറഞ്ഞു, നിനക്കൊരു അനർത്ഥവും നീ വരുത്തരുത്, ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ ഓടിപ്പോയില്ലല്ലോ. അന്നേരമാണ് ഈ കാരാഗൃഹ പ്രമാണിക്ക് ഒരു ചെറിയ ആശ്വാസം ഉണ്ടായത്. വേറെ ആരാണെങ്കിലും രക്ഷപ്പെട്ടു പോയത്, ഒരുത്തിനും പിടിക്കാനും പോകുന്നില്ല. കുറ്റാക്കുറ്റിയിട്ട് കൈയും കാലും എല്ലാം സ്വതന്ത്രമായി വേണേ ഓടിപ്പോകാം. പക്ഷെ ഓടിപ്പോയില്ല. അപ്പോൾ കാരാഗൃഹ പ്രമാണി വന്ന് ചോദിക്കാണ് പൗലോസിനോട്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹ പ്രമാണി വീട്ടിൽ സ്വീകരിച്ചു. ഇല്ലേ? ശരിയാണോ? അവർ ആ വിശ്വാസത്തിലേക്ക് വന്നു. അതെല്ലാം നമ്മൾ വായിക്കുന്നു. ഈ നിങ്ങളുടെ ഈ കുമ്പമൺ സെഹിയോൻ പള്ളിയിൽ എത്ര പേര് വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതം കണ്ടിട്ട് രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞ മനസ്സിലായി. പൗലോസും ശീലാസും സുവിശേഷ പ്രതി കൊടുത്തില്ല, പരസ്യയോഗം നടത്തിയില്ല, പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തിയില്ല, കാരാഗൃഹ പ്രമാണിയെ ഒരു പരിചയവുമില്ല. അവർ യേശു ക്രിസ്തുവിനെ പറ്റി കാരാഗൃഹ പ്രമാണിയോട് പ്രസംഗിച്ചു. വേദപുസ്തകം കൊടുത്തോ? ട്രാക്ട് കൊടുത്തോ? സുവിശേഷ പ്രതി കൊടുത്തോ? നീ ഇങ്ങോട്ട് ചേരണമെന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? കാരണം എന്താ? ഞാൻ ചോദിക്കാൻ കാരണം, കളിപ്പീരി കാണിച്ച് ഓടിപ്പോകാമായിരുന്ന സാഹചര്യത്തിൽ ലോകത്തിൽ ആരാണെങ്കിലും ഓടിപ്പോയേനെ. പക്ഷെങ്കിൽ പൗലോസും ശീലാസും ഓടിപ്പോയില്ല. ഒരു വ്യത്യസ്തമായ ഒരു ജീവിതം, ഒരു മനോഭാവം, ഒരു ശൈലി ആരിൽ കണ്ടു? പൗലോസിലും ശീലാസിലും ആര് കണ്ടു? ഇതര മതവിശ്വാസിയായ ഈ കാരാഗൃഹ പ്രമാണികൾ. അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ച് ഇങ്ങോട്ട് ചേരുകയാണ്, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം ചോദിക്കുക. നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനം, ഞാൻ ഈ 40 വർഷം അച്ഛനായി. എന്നോട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചില്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ കൊണ്ട് എന്തോ അർത്ഥം? നമ്മൾ തുമ്പമൺ സൈക്യവും ഇടവക ഉണ്ടായിട്ട് എത്ര വർഷമായി? 95 വർഷം. ഇടവക എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പള്ളിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടവക എന്ന് പറഞ്ഞാൽ ഈ കൂട്ടം. ഇപ്പോൾ നിങ്ങൾ, ഇതിനു മുമ്പ് നമ്മുടെ പൂർവ്വ മാതാപിതാ. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ ജീവിത ശൈലി കണ്ടിട്ട് നമ്മുടെ അയൽക്കാരും നമ്മുടെ മറ്റുള്ളവരും ചോദിക്കും, ഞാൻ എന്തോ ചെയ്യണം രക്ഷ പ്രാപിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? ആരാ വിശുദ്ധർ? ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യരെന്നല്ല വിശുദ്ധർ എന്ന പദത്തിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം വ്യത്യസ്തരായി ജീവിക്കുന്നവർ, വ്യത്യസ്തരായി വർത്തമാനം പറയുന്നവർ, വ്യത്യസ്ത ഭാഷ ഉപയോഗിക്കുന്നവർ, അവരുടെ ശരീരഭാഷ വ്യത്യസ്തമായിരിക്കും, അവരുടെ വേഷവിധാനം വ്യത്യസ്തമായിരിക്കും, വ്യത്യസ്തമായ ജീവിത ശൈലി നയിക്കുന്നവരാണ് വിശുദ്ധരായ ആളുകൾ. നമ്മുടെ നാട് ഓടുമ്പോൾ നടുവെ ഓടുന്നവരാണോ അതോ വ്യത്യസ്തമായി നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഒരു അച്ഛനാണ്. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എല്ലാവരും കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. ചില സ്ഥലങ്ങളിൽ പോകാൻ ഒക്കത്തില്ല, ചില കാര്യങ്ങളിൽ ഇടപെടാൻ ഒക്കത്തില്ല, ചില ഭാഷകൾ ഉപയോഗിക്കാൻ ഒക്കത്തില്ല, ചില വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഒക്കത്തില്ല, ചില ആളുകൾ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കാൻ ഒക്കത്തില്ല. ട്രാഫിക് ലൈറ്റിൽ റെഡ് ആണെങ്കിൽ വിട്ടേരെ എന്ന്
ഒക്കത്തില്ല. അത് അച്ഛനും ഒക്കത്തില്ല, നിങ്ങൾക്ക് ഒക്കത്തില്ല, ആർക്കും ഒക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഈ ലോകപ്രകാരമുള്ള ജീവിത ശൈലിക്ക് അനുസരിച്ച് നമ്മളെ കൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ആരായിരിക്കണം? വ്യത്യസ്തരായിരിക്കണം. വ്യത്യസ്തരായി നമ്മുടെ നോട്ടം, നമ്മുടെ ഭാവം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ വേഷവിധാനം, നമ്മുടെ ക്രയവിക്രയങ്ങൾ ഇതെല്ലാം സുതാര്യമായിരിക്കണം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം എന്ന കാര്യമാണ്. ഞാൻ സിനിമ കാണാറേയില്ല. കാണാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് 2 മണിക്കൂറൊക്കെ കാണാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് കാണാറില്ല. ഒരിക്കലും ഒരു ടൂറ് പോയപ്പോൾ ഈ ബസ്സിൽ ഒരു സിനിമ ഇട്ടത് ഞാൻ കുറച്ചു നേരം കണ്ടു. അത് നമ്മുടെ മോഹൻലാൽ പ്രധാന കഥാപാത്രമായിരിക്കുന്ന ദൃശ്യം എന്ന് പറയുന്ന സിനിമ കുറേ വർഷങ്ങൾ മുമ്പ്. അത് നിങ്ങൾക്കെല്ലാം ഇഷ്ടംപോലെ അറിയാവുന്ന കാര്യമാണ്. ദൃശ്യം സിനിമ അത് മുഴുവൻ കണ്ടില്ല, കുറച്ചേ കണ്ടുള്ളൂ. ദൃശ്യം സിനിമയിലെ പ്രധാന കഥാപാത്രം ജോർജ് കുട്ടിയാണ്. ഭർത്താവായിട്ട് അഭിനയിക്കുന്നത് മോഹൻലാലാണ്. മോഹൻലാലും ഭാര്യയും 2 പെൺമക്കളും. അപ്പോൾ ഞാൻ കണ്ട കുറച്ചു നേരം ഞാൻ കണ്ടതിനകത്തുനിന്നുള്ള ഒരു സീൻ ഞാൻ നിങ്ങളുമായിട്ട് പറയും. ഈ ഭാര്യ, മോഹൻലാലിൻ്റെ ഈ ജോർജിയുടെ ഭാര്യ എപ്പോഴും വന്ന് പരാതി പറയുകയാണ്, ഓരോ പരാതി. അന്ന് 4 പരാതി പറഞ്ഞു. കേൾക്കുക. ഒന്നാമത്തെ, നമ്മുടെ അയൽക്കാരെല്ലാം ഷോപ്പിങ്ങിന് മിക്കവാറും തൊടുപുഴ പോകുന്നുണ്ട്. നമ്മളൊരു ഷോപ്പിങ്ങിന് പോയിട്ട് എത്ര നാളായി തൊടുപുഴയിൽ ഷോപ്പിങ്ങിന് പോയിട്ട്. അപ്പോൾ ഭർത്താവ് ജോർജ് കുട്ടി പറയുകയാണ്, നമുക്കങ്ങനെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ധാരാളം ഡ്രസ്സുണ്ട്, അതുകൊണ്ട് എപ്പോഴും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഭാര്യ പറയാണ്, നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ, നമുക്കൊരു ഷോപ്പിങ്ങിന് പോകണ്ടേ? ജോർജ് പറഞ്ഞു വേണ്ട. 2, നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാഹനം തല്ലിപ്പൊളിയാണ്. നമ്മുടെ അയൽക്കാരെല്ലാം വലിയ മുന്തിയ കാറുകൾ വാങ്ങിക്കുന്നു. നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ, നമുക്കും വേണ്ട ഒരു മുന്തിയ കാർ. ജോർജ് കുട്ടി ഭാര്യയോട് പറയുന്നു, വേണ്ട, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാഹനം നല്ല വാഹനമാണ്, അത് വേണ്ട. 3, നമ്മുടെ അയൽക്കാരുടെ കുട്ടികളൊക്കെ കൂടിയ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. നമ്മുടെ കുട്ടികളെ നല്ല സ്കൂളിൽ, ഇച്ചിരി നല്ല സ്റ്റാൻഡേർഡുള്ള സ്കൂളിൽ പഠിപ്പിക്കണ്ടേ? നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ എന്ന് ചോദിക്കാം. അന്നേരവും ഈ ജോർജ് കുട്ടി പറയുകയാണ്, വേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂൾ നല്ല സ്റ്റാൻഡേർഡുള്ള സ്കൂളാണ്, അവരവിടെ തന്നെ പഠിച്ചാൽ മതി. ഇത് ഓരോന്ന് പറയുമ്പോൾ ഈ ഭാര്യ പറയുന്ന നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ എന്നാണ്. നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ എന്നാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ഭർത്താവ് ജോർജ് കുട്ടി തൻ്റെ ഭാര്യയെ ഇങ്ങോട്ട് വിളിച്ച് റോഡിന്റെ മധ്യഭാഗത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നാടോടുമ്പോൾ നടുവേ ഓടണം, നീ ഒന്ന് ഓടിയിട്ട് വാ റോഡിൽ മധ്യഭാഗത്തൂടെ എന്ന് പറയുന്നു. ഞാനീ പറഞ്ഞ് ശരിയല്ലോ, ആ സിനിമ കണ്ടവരൊക്കെ തെറ്റാണെങ്കിൽ കഴിയുമ്പോൾ എന്നോട് ഇത്തം പറഞ്ഞ് ഇന്ന ഭാഗം തെറ്റുണ്ടെന്ന് പറഞ്ഞേക്കണം. ഞാൻ ഈ കഥ പലർത്ത് പറഞ്ഞപ്പോഴും പ്രായമുള്ളവരൊക്കെ അച്ഛാ ശരിയാ കേട്ടോ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അയൽക്കാർ മുന്തിയ കാറ് വാങ്ങിച്ചു, അയൽക്കാർ ആഴ്ചതോറും ഷോപ്പിങ്ങിന് പോകുന്നു, അയൽക്കാരുടെ മക്കൾ മുന്തിയ സ്കൂളിൽ പഠിക്കുന്നു, അതെല്ലാം ഞങ്ങൾക്ക് വേണം, നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന ജോർജ് കുട്ടിയുടെ മനോഭാവം, ആ സീൻ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നെന്ന് എന്താ അറിയുമോ? നമ്മൾ ലോകത്തിന്റെ സ്റ്റാൻഡേർഡും ലോകത്തിന്റെ മൂല്യങ്ങളും അല്ല അനുസരിച്ച് ജീവിക്കേണ്ടത്. എനിക്കറിയാം, ഓരോ ഫംഗ്ഷനും ഡ്രസ്സ് വാങ്ങിക്കുന്ന ആളുകൾ. ഇന്നൊരു മാമോദിസയ്ക്ക് പോയപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടെങ്കിൽ അടുത്ത ആഴ്ച വേറൊരു മാമോദിസ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി വേറെ എടുക്കും. തുമ്പോളുടെ കാര്യമല്ല കേട്ടോ, ഞാൻ മറ്റു പല സ്ഥലങ്ങളിലെ ലക്ഷറിക്ക് വേണ്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർ കാണിക്കുന്നതെല്ലാം ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഓർക്കുക, നാടോടുമ്പോൾ നമ്മൾ നടുവേ ഓടേണ്ടവരല്ല, നാടോടുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നിൽക്കേണ്ടവരാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് വിശുദ്ധർ എന്ന പദം കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത് വ്യത്യസ്തരായി ജീവിക്കുമ്പോൾ.
ഈ പ്രസംഗിക്കുന്ന ഈശോ മാത്യുച്ചന്റെ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ആലോചിച്ച് ഞാൻ പറയാൻ പാടും. ഇപ്പം തന്നെ ഞാൻ തമാശ ഇപ്പം കുറച്ച് പറഞ്ഞതിൻ്റെ കാരണം ഈ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം എന്താണെന്നറിയും, നമുക്ക് ചിലപ്പോൾ നാവുപിഴ ചിലപ്പോൾ വന്നു പോകും ചിലപ്പോൾ. അതുകൊണ്ട് ഒരു അച്ഛൻ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി നമ്മുടെ ഭാഷ വളരെ നന്നായിരിക്കും. സെഹിയോൻ പള്ളിയിലെ ഇടവ ചുമതലക്കാരും സെഹിയോൻ പള്ളിയിലെ കമ്മിറ്റിക്കാരും മറ്റുള്ളവരോടുള്ള ഇടപാടുകൾ ദേഷ്യപ്പെടാൻ പാടില്ല, ചൂടാകാൻ പാടില്ല, പറയാൻ വയ്യാത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, ആരോടും പിണങ്ങിയിരിക്കാൻ പാടില്ല. നിങ്ങളായിരിക്കണം മോഡൽ, നിങ്ങളായിരിക്കണം അവിടുത്തെ റോൾ മോഡലായിരിക്കേണ്ടത്. നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ നല്ല സാക്ഷ്യം പറയിപ്പിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. എല്ലാവരും പറയുന്നത് പോലെ പറയാൻ ഈശോ മാത്യുച്ചന് അവകാശമില്ല. എല്ലാവരും കാണിക്കുന്ന പോലെ തെറ്റായ വഴിയിൽ കൂടെ എനിക്ക് പോകാൻ അവകാശമില്ല. ഐ ഷുഡ് ബി ഡിഫറെന്റ്. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി. നിങ്ങൾക്കറിയാമോ, ഈ യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് മാമോസ ഏൽക്കാൻ പലതരത്തിലുള്ള ആളുകൾ വന്നോ ഇല്ലയോ? ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എല്ലാം സംഭവിച്ചിരിക്കുന്നു. അച്ഛൻ പറയുന്നു, യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് മാമോസ ഏൽക്കാൻ പല ടൈപ്പിലുള്ള ആളുകൾ വന്നു. ഒന്ന് സാധാരണ ജനം വന്നു. സാധാരണ ജനം ശരിയാണോ? വന്നില്ലേ? യോർദാൻ നദിയിൽ സ്നാനമേൽക്കാൻ സാധാരണ ജനങ്ങൾ യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് വന്നു. പിന്നെ സൈനികർ വന്നു, എന്ന് പറഞ്ഞാൽ ആർമി പട്ടാളത്തിലുള്ളവർ വന്നു, ചുങ്കം പിരിക്കുന്നവർ വന്നു. ഇങ്ങനെ 3 തരം ആളുകൾ യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് സ്നാനമേൽക്കാൻ വന്നു. സാധാരണ ജനങ്ങളോട് യോഹന്നാൻ സ്നാപകൻ എന്താ പറയുന്നറിയാം? സ്നാനമേൽക്കുന്നതൊക്കെ കൊള്ളാം, സംഭവിച്ചു. പക്ഷെങ്കിൽ നിങ്ങളിൽ 2 വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവൻ കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളും അങ്ങനെ തന്നെ. മാമോസ ഏറ്റ് കാപ്പി കുടിച്ചിട്ട് പോയപ്പോൾ നിങ്ങൾ ഒരു മാറ്റം ഉണ്ടാകണം. ആരിൽ? മാമോസ ഏറ്റവരും. എന്താ? 1, 2 വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവൻ കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളും അങ്ങനെ തന്നെ. അതിനർത്ഥമുണ്ട് 2 വസ്ത്രമുള്ളവൻ 1 എന്ന് പറഞ്ഞാൽ 2ന്റെ പകുതി 1, 50%. ഞാൻ അങ്ങനെ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നെ ഒരു വേദപുസ്തക പണ്ഡിതൻ പഠിപ്പിച്ച മറ്റൊരു സത്യം എന്താണെന്ന് അറിയാം? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് 50% കൊടുക്കണമെന്നല്ല, 2 ഉള്ളെങ്കിൽ 1 കൊടുക്കണം. അതെനിക്കൊരു വലിയ പുതിയ വെളിച്ചമുണ്ട്. 2 ഉള്ളെങ്കിൽ 1 കൊടുക്കണം. ആരാ? സ്നാനമേറ്റവർ. എന്നെ സ്നാനം കഴിപ്പിച്ചത്. യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് പ്രായമുള്ളവരാ സ്നാനമേൽക്കാൻ വന്നത്. നമ്മളൊക്കെ കൊച്ചിലെ സ്നാനമേറ്റവർ. സ്നാനമേറ്റവർ 2 വസ്ത്രമുള്ളവർ ഒന്നില്ലാത്തവർ, 2 ഉള്ളെങ്കിൽ 1 മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവരായിരിക്കണം. ഭക്ഷണ സാധനങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. കേൾക്കുന്നു? ഇത് ഒക്കുമോ? എത്ര ഉണ്ട്? കൊടുക്കുമോ? അച്ഛൻ പറഞ്ഞ് പൊതി കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. തുമ്പമണ്ണം അവിടുന്ന് ഇഷ്ടംപോലെ തുമ്പമണ്ണം ശ്രേയസിൽ നിന്ന് പാക്കറ്റെല്ലാം പോകുന്നതൊക്കെ എനിക്കറിയും. വ്യത്യസ്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയും? നമുക്കുള്ളത് നമുക്ക് വേണ്ടി മാത്രം കൂട്ടി വെക്കുന്നവരല്ല. പൊടിഞ്ഞ സാരി കൊടുക്കണമെന്നല്ല, 2 ഉള്ളെങ്കിൽ 1 കൊടുക്കാൻ കഴിയണം. അടുത്തത് ചുങ്കക്കാർ വന്നു. എന്തിനു വന്നു? സ്നാനമേൽക്കാൻ. അവരോടെന്താ പറഞ്ഞു? നിശ്ചയിച്ചതല്ലാതെ വേറൊന്നും വാങ്ങിക്കരുത്. സക്കായി നിശ്ചയിച്ചത് മാത്രമേ വാങ്ങിച്ചുള്ളൂ, കൂടുതൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിങ്ങൾക്ക് നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ ആ ജോലിയിൽ നിങ്ങൾ കളിപ്പീര് കാണിക്കരുത്. നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം സ്നാനമേറ്റിട്ട് പോയാൽ. അടുത്തത് പടജനം വന്നു. പടജനം അവരോട് പറഞ്ഞു, ആരെയും നിങ്ങൾ ബലാത്കാരം ചെയ്യരുത്, ശമ്പളം മാത്രം മതിയെന്ന് വെച്ചു. ശമ്പളം നിങ്ങൾ വാങ്ങിക്കരുത്. ആര്? ക്രിസ്തുവിന്റെ പുറകെ പോകുന്ന വേർതിരിക്കപ്പെട്ട നിങ്ങൾ ശമ്പളം മാത്രം മതിയെന്ന് വെച്ചു. മഴയാണ്ട് കേൾക്കാമോ?
അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 2 വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവൻ കൊടുക്കണം. ഭക്ഷണ സാധനം അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കണം. ചുങ്കം ഭരിക്കുന്നവർ ഗവൺമെന്റ് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ കബളിപ്പിച്ച് കൂടുതൽ പണം നിങ്ങൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കരുത്. പടജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ ശമ്പളം മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവൂ, നിങ്ങൾ മറ്റ് പണമൊന്നും നിങ്ങൾ ആദായം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത്. സ്നാനമേൽക്കാമെന്ന നിങ്ങളുടെ ജീവിത ഇടപാടുകളിൽ നിങ്ങൾ എന്തായിരിക്കണം? വ്യത്യസ്തതയുള്ളവർ ആയിരിക്കണം. വ്യത്യസ്തതയുള്ളവരാണ്. ഇപ്പോൾ ഞാൻ ജോസ് പുനമാട അച്ഛൻ്റെ ഒരു 10 സെന്റ് സ്ഥലം ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് കുടിക്കാനുള്ള ഒരു പ്രലോഭനമാണ്. ജോസ് പുനമാട അച്ഛൻ്റെ 10 സെന്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ആധാരം എഴുതാൻ പോകുന്നു. 10 സെന്റ് സ്ഥലത്തിന് 1 സെന്റിന് 5 ലക്ഷം രൂപ. അപ്പോൾ 10 സെന്റിന് 50 ലക്ഷം രൂപ. ഞാൻ 50 ലക്ഷം രൂപയുടെ ടാക്സും 50 ലക്ഷം രൂപയുടെ മുദ്രപത്രവും വാങ്ങിച്ചാണ് ആധാരം എഴുതേണ്ടത്. ടാക്സും സ്റ്റാമ്പ് പേപ്പറിന്റെ വിലയും കുറയ്ക്കാൻ വേണ്ടി ഈ വസ്തുവിന്റെ വില കുറച്ച് വച്ചിട്ട് ആധാരം എഴുതുന്നവരുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്നത് ശരിയോ തെറ്റോ? നമ്മൾ ഈ സക്കായിയെ ഇഷ്ടമല്ല നമുക്ക്. അവൻ കള്ളനാണ്. ഇപ്പോഴേ ഒരു ഫാഷനുണ്ട്, വേദോത്സവത്തിലെ പേരാ എല്ലാവരും ഈ കുട്ടികൾക്കിരുന്നത്. അപ്പൊ എന്നോട് ചെന്ന് ചോദിക്കും, അച്ഛാ ഈ പേരറിയാമോ? എൻ്റെ കുട്ടിയുടെ പേരിലാണ്. ഞാൻ പറയും, എനിക്ക് അത്ര പേരെത്ര എനിക്ക് പരിചയമില്ല. അപ്പോൾ അവർ പറയും, ഇത് പഴയ നിയമത്തിലെ ഒരു പേരാണ്, ഇതിൻ്റെ പേര് ഗോഡ് ഗിഫ്റ്റ് എന്നാണ്. എനിക്ക് പഴയ നിയമത്തിലെ എല്ലാ പേരൊന്നും, എനിക്ക് എത്രയോ പേരുകളുണ്ട്, എല്ലാം എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അങ്ങനെ അറിയാത്ത പുള്ളിയാണ് പ്രസംഗിക്കാൻ പുനോളം അച്ഛൻ വിളിക്കാൻ. ആരെങ്കിലും പിള്ളേർക്ക് സക്കായിന്ന് പേരിട്ടിട്ടുണ്ട്? ബാക്കിയെല്ലാം ഇടും. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത പഴയ നിയമത്തിലെ പല പേരുകളുണ്ട്. സക്കായിന്നുള്ള പേരെന്താ ഇടാത്തത്? പക്ഷെ അവൻ കളിപ്പിച്ചുകാരനാണ്, അവൻ കൂടുതൽ കരം പിടിച്ചവനാണ്, അവൻ ഒത്തിരി ഇങ്ങനെ കബളിപ്പിച്ച് വാങ്ങിച്ചവനാണ്, അതുകൊണ്ടാണ് ഇടാത്തത്. സക്കായി എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? പരിശുദ്ധം നിർമ്മലമാണ്. സക്കായി എന്നുള്ള വാക്കിന്റെ അർത്ഥം പരിശുദ്ധം നിർമ്മലം. ഈ വസ്തു വാങ്ങിച്ചപ്പോൾ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി, സ്റ്റാമ്പ് പേപ്പർ കുറയ്ക്കാൻ വേണ്ടി ആധാരത്തിൽ വില കുറച്ച് വാങ്ങിച്ച ആളാണോ കുഴപ്പക്കാരൻ? സക്കായി ആണോ കുഴപ്പക്കാരൻ? സക്കായി കുഴപ്പക്കാരനാണ്, കബളിപ്പിച്ച് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞെന്താണെന്നറിയാം, നമ്മുടെ ഈ ക്രയവിക്രയങ്ങൾ സുതാര്യമായിരിക്കണം, നമ്മുടെ ഇടപാടുകൾ സുതാര്യമായിരിക്കണം. നമ്മൾ ഏസെന്ന് പറഞ്ഞാൽ ഏസെന്നും നോ എന്ന് പറഞ്ഞാൽ നോ ആയിരിക്കണം. നമ്മുടെ ഉവെന്നും നമ്മുടെ ഇല്ല എന്നുമായിരിക്കണം. കുംഭമൺ സഹിക്കുവാൻ മാർത്തോമ ഇടവകയിലെ ചുമതലക്കാർ കൈത്താണം സമരംഗങ്ങൾ അവർ പറയുന്നത് വിശ്വസിക്കാം. അവർക്ക് 2 മുഖമില്ല, അവർക്ക് പൊയ്മുഖങ്ങളില്ല. അവർ ഏസെന്ന് പറഞ്ഞാൽ ഏസും നോ എന്ന് പറഞ്ഞാൽ നോ എന്നുമാണ്. അവർ ശരിയെന്ന് പറഞ്ഞാൽ ഊവെന്ന് പറഞ്ഞാൽ ഊവും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. ഞാൻ പറഞ്ഞെന്താണെന്നറിയാം, പൗലോസപ്പോസ്തലന്റെ ഭാഷയിൽ വിശുദ്ധർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തരായ ജീവിതം നയിക്കുന്നവരായിരിക്കും. അവർ നാട്ടിൽ നടക്കുന്ന തെറ്റായ മൂല്യങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നവരാകാൻ പാടില്ല എന്നാണ് പൗലോസപ്പോസ്തലൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇന്നടത്ത് ഇന്നാരാണോ പറഞ്ഞത് എന്നാൽ അത് ശരിയാണ്. ഇനി വേറെ ആരോടും ഇനി സാക്ഷ്യത്തിന് എന്ത് ആവശ്യം? അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ആ ആള് പറഞ്ഞത് ശരിയാണ്. ഇടവ ചുമതലക്കാർ സത്യമേ പറയൂ. ഈ ഒരു വലിയ ഇംപ്രഷൻ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും വിശുദ്ധർ എന്ന പദത്തിന് യോഗ്യരാണ്. ഒന്ന്, നിങ്ങളുടെ ജീവിതം ദൈവത്തിനായി, ദൈവിക ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരിക്കുന്നവർ. 2, വ്യത്യസ്തരായി ജീവിക്കുന്നവർ. നമ്മുടെ ജീവിതവും സാക്ഷ്യവും ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ല,
ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാനായിട്ട് കഴിയും. അടുത്തത് നമ്മുടെ കാലം ചെയ്ത ക്രിസോസ്റ്റം തിരുമേനി സഭകളുടെ ദേശീയ വേദിയായ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് തിരുമേനി അതിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചത്. അപ്പോൾ തിരുമേനി ആ സ്ഥാനത്തേക്ക് പ്രവേശിച്ച് ചുമതല ഏറ്റെടുത്തപ്പോൾ ഒരു പ്രസംഗം ചെയ്തു. ആ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ആ വേദിയിൽ തിരുമേനി അതിൻ്റെ പ്രസിഡന്റായി കഴിഞ്ഞപ്പോൾ ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ തിരുമേനി പറഞ്ഞു, ഞാൻ ഷമ്മാശനായി പട്ടമേറ്റ ദിവസം ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ടീച്ചറായി ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. ഞാൻ പട്ടമേറ്റ ദിവസം ഒരാൾ LLB പാസ്സായി നിയമ ബിരുദം എടുത്ത് വക്കീലായി കോടതിയിൽ സനത്തെടുത്തു, എൻറോൾ ചെയ്തു. ഞാൻ പട്ടമേറ്റ ദിവസം മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിൽ ക്ലർക്കായി ഒരാൾ ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ ഒരു ടീച്ചർ, ഒരു വക്കീൽ, ഒരു മുനിസിപ്പാലിറ്റി ക്ലർക്ക്, ഇവർക്ക് 3 പേർക്കും എനിക്ക് പട്ടം തന്നതുപോലെ ദൈവം പട്ടം കൊടുത്ത് 3 മേഖലകളിൽ നിയോഗിച്ചു എന്ന് തിരുമേനിയുടെ പ്രസംഗത്തിൽ അന്ന് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം വ്യത്യസ്ത ജോലിയാണുള്ളത്. നിങ്ങളെല്ലാം ദൈവം വിവിധ മേഖലകളിൽ നിയോഗിച്ചിരിക്കുകയാണ്. ചിലർ ടീച്ചറായിരിക്കാം, ചിലർ വക്കീലായിരിക്കാം, ചിലർ നല്ലൊരു കൃഷിക്കാരനായിരിക്കാം, ചിലർ നല്ലൊരു കച്ചവടക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരിക്കാം, നിങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കാം. വിവിധ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും. തിരുമേനി ഉപയോഗിച്ച ഭാഷ ഉപയോഗിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും ദൈവം വിവിധ മേഖലകളിൽ പട്ടം തന്ന് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു നിയോഗമാണ്. നിങ്ങളെ ദൈവം വ്യത്യസ്ത മേഖലകളിൽ നിയമിച്ചിരിക്കുകയാണ്. ഇടവകയുടെ വൈസ് പ്രസിഡന്റ്, ട്രസ്റ്റി മുതലുപടി, ട്രസ്റ്റി അക്കൗണ്ട്സ്, അൽമായ ശുശ്രൂഷകൻ, ഓഡിറ്റേഴ്സ്, കൈസ്ഥാന സമിതി അംഗങ്ങൾ, ഇങ്ങനെയെല്ലാം ഓരോ നിയോഗം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അവിടെ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്ന ഇടത്ത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ കഴിവിനും പ്രാപ്തിക്കും നമ്മുടെ താലന്തുകൾക്കും അനുസരിച്ച് ഏറ്റവും ബെസ്റ്റായി വ്യത്യസ്തരായി നിങ്ങൾ ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണ്ണമായിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു സ്കൂളിൻ്റെ ആനിവേഴ്സറിക്ക് പോയി, ഒരു സ്കൂൾ ആനിവേഴ്സറി. അപ്പം ആ സ്കൂളിൽ നിന്ന് പഠിച്ച ഒരാൾ കേരളത്തിലെ മന്ത്രിയായിട്ടുണ്ട്, അദ്ദേഹം MLA ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ സ്കൂളിൽ പഠിച്ച ഒത്തിരി ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, വലിയ പൊസിഷനിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പ്രസംഗിച്ചവരെല്ലാം ആ ഈ സ്കൂള് ഇന്ന വലിയ ആളുകളെയൊക്കെ ഇവിടെ നിന്നാണ് പുറപ്പെടുവിച്ചത് എന്നെല്ലാം പറഞ്ഞു. മറ്റൊരു പ്രസംഗം വന്നിട്ട് പറഞ്ഞു, ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളിൽ ചിലർ ഈ നാട്ടിൽ നല്ല കച്ചവടം ചെയ്യുന്നവരുണ്ട്. ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളിൽ ചിലർ നല്ല കർഷകരുണ്ട്, വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്ന നല്ല കർഷകരുണ്ട്. പക്ഷെ പറഞ്ഞവരാൽ ഈ കർഷകരുടെ കാര്യവും പറഞ്ഞില്ല, ഈ കച്ചവടക്കാരുടെ കാര്യവും പറഞ്ഞില്ല. മന്ത്രിയുടെ MLAയുടെ പിന്നെ വലിയ പൊസിഷനുള്ളവരുടെ കാര്യം മാത്രമേ പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, നിങ്ങളിന്ന് പോയി നമ്മുടെ സഭയുടെ കുർബാന ഇല്ലാത്ത ദിവസത്തെ പരസ്യാരാധന ക്രമത്തിൻ്റെ ആ ക്രമത്തിലെ ഒന്ന് പുസ്തകം എടുത്ത് നോക്കണം. അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്ന് കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ബാങ്ക് ഉദ്യോഗം തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നവർ എല്ലാം വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. ഞാൻ ഈ ഹൗസ് വിസിറ്റിങ്ങിന് പോകുമ്പോൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ സ്ത്രീകൾ പറയും, ഞാൻ ഹൗസ് വൈഫാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കും, വൈഫും ഹൗസ് വൈഫും നമ്മളുടെ വ്യത്യാസം എന്താണ്?
ഡിക്ഷണറി ഹൗസ് വൈഫ് എന്നൊരു വാക്കേ ഇല്ല. ആര് ചോദിച്ചാലും അച്ഛാ എൻ്റെ ഭാര്യ ഹൗസ് വൈഫാണ് കേട്ടോ, എന്തോ അതിനർത്ഥം അറിയാം. ആ പറയുന്നതുകൊണ്ട് മലയാളികൾ ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ വേറെ ആരും ഉപയോഗിക്കാത്ത ഒരു ടെർമിനോളജിയാണ് ഹൗസ് വൈഫ്. ഹസ്ബൻഡും വൈഫെന്ന് രണ്ട് പേരേ ഉള്ളൂ. നമ്മൾ പറയും ഹൗസ് വൈഫാണ്. അത് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ശമ്പളമുള്ള ജോലി ചെയ്യാത്ത ആളാച്ച എൻ്റെ ഭാര്യ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഹൗസ് വൈഫ് എന്ന് ഉപയോഗിക്കുന്നത്. ദയവായി നിങ്ങൾ ആ പദം ഉപയോഗിക്കരുത്. ഹൗസ് വൈഫ് എന്നൊരു പദമില്ല, ഭാര്യ തന്നെ ഉള്ളൂ. ഇപ്പോൾ കേരള സർക്കാർ പറഞ്ഞിരിക്കുന്ന ഭാര്യ എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എഴുത്തുകുത്തികളിൽ ഭാര്യയില്ല. എന്തുവാ ആണോ? എൻ്റെ കൂട്ടുകാരനാണ് ഇത്തരമൊക്കെ പറഞ്ഞു. ജീവിത പങ്കാളി എന്ന് പറയാവൂ എന്നാണ്. ഭാര്യയും ഭർത്താവും ആ ടെർമിനോളജിയാണ് ജീവിത പങ്കാളി എന്ന്. ഭാര്യ എന്നുള്ള വാക്കെടുക്കുക. ഹൗസ് വൈഫ്, അതിൻ്റെ ഹൗസ് വൈഫ് അച്ഛൻ. ആ പാവൻ രാവിലെ തൊട്ട് രാത്രി വരെ എന്തെല്ലാം ജോലിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കേരളത്തിലെ ഒരു വനിതാ കവയിത്രി, ആ കവയിത്രിയുടെ പേര് ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. അവരെഴുതിയ കവിത ഇതാണ്: വില്ലേജ് ഓഫീസിൽ നിന്ന് ജനസംഖ്യ എടുക്കാൻ വന്നു, സെൻസസ് എടുക്കാൻ വീട്ടിൽ വില്ലേജ് ഓഫീസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വന്നു. അപ്പോൾ ഭർത്താവും ഭാര്യയും പിള്ളേരും ഉള്ളവർ വീട്ടിൽ വന്നു. ഭാര്യ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ഭക്ഷണമെല്ലാം പാചകം ചെയ്യുന്നു. കുട്ടികളുടെ ഡ്രസ്സ് നനയ്ക്കുന്നു, കുട്ടികളുടെ യൂണിഫോം തേക്കുന്നു, രാവിലെ ഭർത്താവിന് ചൂട് കാപ്പി കൊണ്ട് കൊടുക്കുന്നു, കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു. ഇതെല്ലാം കൊടുത്ത് അവരിങ്ങനെ കഷ്ടപ്പെട്ട് ഇരിക്കുമ്പോഴാണ് ഈ ജനസംഖ്യ എടുക്കുന്ന ആൾ വന്ന് പേരെന്താണ്, ഭർത്താവിൻ്റെ പേര് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ജോലി പറയുന്നു, ഭാര്യയുടെ പേര് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ജോലിയില്ല. ഇത് അടുക്കളയിൽ നിന്ന് കേട്ട ആ ഭാര്യ അന്നേരം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ് ആ കവിയത്രിയുടെ കവിതയിൽ പറയുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് യാതൊരു ഭാവവ്യത്യാസം ഈ തുമ്പോണുമാർക്ക് ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ചില ഭർത്താക്കന്മാരുടെ ഒരു ചിന്താഗതി അതാണ്. കൊച്ചമ്മക്ക് ജോലിയുണ്ടോ, ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. കൊച്ചുവെളുപ്പാക്കാലം തൊട്ട് കഷ്ടപ്പെട്ട സ്ത്രീ ഇത്രയും ജോലി രാവിലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് ഭർത്താവ് പറയുകയാണ്, എൻ്റെ പേര് ഈജോ മാത്യു, ജോലി ഇന്നത്, ഭാര്യയുടെ പേര് ഇന്നത്, ജോലിയില്ല. കേൾക്കുന്നോ നിങ്ങൾ? ഞങ്ങളുടെ സ്ത്രീകളോട് എന്തെന്നാൽ പറയുന്നത് വെച്ചാൽ ഭർത്താക്കന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി പറ എന്നായിരിക്കാം നിങ്ങൾ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പം കേട്ടോ പുനോട് വെച്ചാൽ ഇപ്പം ഈ ഹൗസ് വൈഫ് എന്നുള്ളതും ഹോം മേക്കറും മാറി. ഇപ്പോൾ പറയുന്ന ഡൊമസ്റ്റിക് എഞ്ചിനീയർ എന്നാണ് ഭാര്യയെ പറ്റി പറയുന്നത്. ഡൊമസ്റ്റിക് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നില്ലേ? അതല്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് ആണിത്. വീട്ടുകാര്യങ്ങൾ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഇത്രയും കഷ്ടപ്പെടുന്ന ഇത്രയും കാര്യങ്ങൾ ഒരേ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുക, കുഞ്ഞുങ്ങളെ വളർത്തുക, 2 കൈ കൊണ്ട് 4 ജോലി ഒരേ സമയത്ത് ചെയ്യുക, അത് ഈ സ്ത്രീകൾക്ക് മാത്രം ഉള്ളതല്ല, പുരുഷന്മാർക്കൂടെ ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നത് അറിയോ, ഇപ്പോൾ ഈ ഹൗസ് വൈഫും ഹോം മേക്കറും എല്ലാം പോയി. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് എഞ്ചിനീയർ, ഈ വീടിൻ്റെ മുഴുവൻ എഞ്ചിനീയറിംഗ് നടത്തുന്ന ആൾ എന്ന വിധത്തിൽ വേണം ഭാര്യയെ കാണാൻ. ഞാൻ പറയുന്നതെന്നറിയാം, ഓരോരുത്തർക്കും ഓരോ റോളാണുള്ളത്, ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. ആ റോൾ നമ്മൾ ഏറ്റവും കൃത്യമായി നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തത്, നിങ്ങളുടെ ഇരിപ്പ് കണ്ടാലേ ഇങ്ങനെ സന്ധ്യ പ്രസംഗിച്ചു. അതല്ല, ഇപ്പൊ കുറിപ്പെഴുത്തരും വൈകിട്ടത്തേക്ക് ആഹാരം